ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ലോഗ്. ഇന്ന് സൺഡേ ആണ് ഗൈസ്. എൻ്റെ ഉറക്കം എണീപ്പിക്കാൻ വേണ്ടി രണ്ടുപേര് വന്നിട്ടുണ്ടായിരുന്നു. ഇവൻ തന്നെയാണ് ആള്. എൻ്റെ ഉറക്കം ഇല്ല ഗൈസ്, ഞാൻ ചുമ്മാ ഇൻട്രോ എടുക്കുകയായിരുന്നു ഗൈസ്. അപ്പോഴേക്കും അവര് ഓൾറെഡി ഇവിടെ ഉണ്ട്. എന്നെ ഞാൻ സത്യം പറഞ്ഞ രാവിലെ ഡോർ ഡെലിവറി കേസ്. രാവിലെ റൂം തുറന്നപ്പോഴേക്ക് പേപ്പറൊക്കെ കൊണ്ടുവരാറ്. ഞാൻ വിശ്വസിക്കാൻ പറ്റത്തില്ല, ഇത്ര രാവിലെ ഇങ്ങനെ ആൾക്കാരെ വിചാരിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇവര് എന്റെ ഫിറ്റ്നസ് കപ്പിളാണ് കേസ്. ഫുൾ ടൈം ഓട്ടം, സൺലൈറ്റ്, മറ്റേത് മറിച്ചത് ഇല്ലാത്ത ഒന്നുമില്ല കേട്ടാ. എല്ലാ ദുശീലങ്ങളും ഉണ്ട്. രാത്രി അതുകൊണ്ട് വരാൻ പറ്റില്ല. ഷൂട്ട് കഴിഞ്ഞ് എനിക്ക് തോന്നി ഇതാണ് മെയിൻ അവസ്ഥ രണ്ടെണ്ണത്തിന്റെ. ഒരു 9 മണിയൊക്കെ ആകുമ്പോ തന്നെ നൈസ്. എന്തായാലും അവരിന്ന് എണീപ്പിച്ചത് നന്നായി കേസ്. ഞാൻ സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും എനിക്ക് വേക്കപ്പ് കോൾ ഇല്ലെങ്കിൽ എന്തായാലും ഞാൻ ബുക്ക് ചെയ്ത് പേടിപ്പെടുത്തുന്ന സിനിമ എന്നോട് രാവിലെ നടക്കാൻ വിളിച്ചേ. സനുബ്രോ പറഞ്ഞു നീ വൈകുന്നേരം അത് നമുക്ക് നോക്കാം. ചിലപ്പോ രാവിലെ എണീക്കുന്ന ദിവസം നമ്മൾ നടക്കാൻ പോകുമായിരിക്കും. ഒരു ദിവസം അത് ചിലപ്പോൾ അതിനുശേഷം ഞാൻ ഫുൾ ടൈം വോക്കർ ആയാലോ, രാവിലെ എണീച്ച് നടന്നാലോ പറയാൻ പറ്റില്ല കേട്ടാ. എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഉറക്കം കഴിഞ്ഞിട്ട് എനിക്ക് സെക്കൻഡറി ആണ് ബാക്കി എന്തും. സോ എന്തായാലും ഇവരെന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വിളിക്കാൻ വന്നതാണ്. പക്ഷേ ഇപ്പൊ എന്തായാലും നോക്കട്ടെ ഗൈസ്. ഞാൻ പോലെ ബ്രെഡും മുട്ടയും തിന്നും രാവിലെ. അത് കഴിഞ്ഞിട്ട് ഒബ്സഷൻ കാണാൻ പോവുകയാണ് ഗൈസ്. എന്തായാലും ഒരു സാധനമുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗിവ് ഹിം ദിസ്. പോയാ ഉറങ്ങുന്ന പൂച്ചയെ ഞവിടുന്ന ഇവിടെ ഈ ഹാൻഡ് ബോക്സിന്റെ എവിടെ കിടക്കത്തുള്ളൂ. അതിലെല്ലാം പോയി. അപ്പോൾ എന്തായാലും ഇതവന് കൊടുക്കാം. എന്നിട്ട് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കാം. അവനൊരു കോള് വന്നേക്കും. എഴുതോ. അപ്പം എന്തായാലും അവന് കൊടുക്കാം. സർപ്രൈസ്. ഇത് മോഡിഫൈഡ് ആണ് ഗൈസ്. ജിഷോക്ക് അല്ല, കാസിയോ വെച്ച് നമ്മൾ മോഡിഫൈ ചെയ്ത് 1 പീസിൻ്റെ ഇതിലാക്കിയതാണ്. അവന് അറിഞ്ഞൂടാ. അവന് കൊടുക്കാൻ എന്തായാലും വർക്ക് ചെയ്യുമോ എന്തോ കണ്ടറിയാം. എന്തായാലും ഗൈസ്, അപ്പോൾ ഇന്ന് ഒബ്സഷൻ കാണാൻ പോകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും കഴിക്കാൻ കയറുന്നെങ്കിൽ അതും കാണിക്കാം ഗൈസ്. സോ അങ്ങനത്തെ ചെറിയ വ്ളോഗായിരിക്കും. എന്നിട്ട് ഒബ്സഷനെ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്യാം ഗൈസ്. ഈ വ്ളോഗിൽ തന്നെ പറയാം. ആൻഡ് വേറെന്താ, പിള്ളേർ ഉറങ്ങുന്നു, അവർ എണീച്ചൊന്നുമില്ല. വേറെ ദിവസം ഞാൻ പറഞ്ഞില്ല ഗൈസ്, അങ്ങനെ ഇവരങ്ങനെ ഭയങ്കര ആക്റ്റീവ് ആൾക്കാരല്ല വ്ളോഗിൽ. അപ്പം ഞാൻ പിന്നെ കഴിക്കാനായിട്ട് ഇറങ്ങുമ്പം ഞാൻ വ്ളോഗ് കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെന്താ, ഞാൻ നോക്കട്ടെ. മാക്സിമം ഞാൻ പറഞ്ഞു ഇപ്പം ഹെൽത്ത് ഒന്ന് സെറ്റ് ആയതേ ഉള്ളൂ. അപ്പം ഉമ്മക്ക് ഇപ്പോഴും ഫുള്ളി ഫങ്ഷണൽ ആയിട്ടില്ല. ഇപ്പോഴും വയ്യാതൊക്കെ തന്നെ ഫുൾ ബ്ലഡ് ടെസ്റ്റും പരിപാടികളൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പം ഹെൽത്തിൻ്റെ പരിപാടികളൊക്കെ ഇവിടെ ഒന്ന് സോർട്ട് ആയതിനു ശേഷം നമ്മൾ വീണ്ടും ആക്റ്റീവ് വ്ളോഗിങ് തുടങ്ങുന്നതായിരിക്കും ഗൈസ്. സോ അതുവരെ പ്ലീസ് കൈൻഡ്ലി ബെയർ വിത്ത് മീ. ഞാൻ എന്തായാലും അവന് ഈ ഗിഫ്റ്റ് കൊടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫോറം മോളിൽ പോവുകയാണ്. അവിടെയാണ് മൂവി ബുക്ക് ചെയ്തേക്കുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് എൻ്റെ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആൻഡ് എന്താ പറയാമല്ലോ, എത്ര വേണോ കഴിച്ചാലും മടുക്കാത്തൊരു സാധനം തന്നെ ബ്രെഡും മുട്ടയും. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് വരാം ഗൈസ്. ഇത് കഴിക്കണ ടേസ്റ്റിൻ്റെ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും വീട്ടിൽ കഴിക്കുന്നില്ലേ. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചിട്ട് അതിന് വാച്ചും കൊടുത്തിട്ട് നമുക്ക് കാണാം. കുറച്ചുകൂടാ എന്ന് പറഞ്ഞാൽ സനുബ്രോ ഇപ്പം ആൾക്കാരുമായിട്ട് വരുമ്പോൾ കുറച്ചുകൂടെ എനർജി കയറുമല്ലോ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ത്രോ കൊടുക്കുകയാണെങ്കിൽ ഒരു സാധനം ചെയ്യണം. വെയിറ്റ് ഞാൻ റെക്കോർഡിങ്ങിലായിരുന്നു. ഇനി പറ. അല്ല, കുറച്ചുകൂടെ ഒരു ത്രോ കൊടുക്കുകയാണെങ്കിലേ എന്ന് പറഞ്ഞാൽ കണ്ടോണ്ടിരിക്കുന്നവർക്കും കൂടെ നമ്മൾ എന്ത് എനർജിയാണോ കൊടുക്കുന്നത് അതാണ് കാണുന്നവർക്കും കിട്ടുന്നത്. അപ്പം നമ്മളൊരു തീരെ എന്ന് പറഞ്ഞാൽ ലോ ഒക്കെയാണ്, പക്ഷെ തീരെ ലോ ആയി പോകുമ്പോഴേ കണ്ടിട്ട് നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ പോവാണ് എന്ന് പറയണതും നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നത് തമ്മില് വ്യത്യാസമില്ലേ. അപ്പൊ കുറച്ചൊരു ത്രോ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അതൊരു ഓവറോൾ ആർട്ടിഫിഷ്യൽ ആവണമെന്നല്ല ഞാൻ പറഞ്ഞത്. കുറച്ചുകൂടെ ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ സനുബ്രോ അങ്ങനെയാണ്. പക്ഷെ ക്യാമറ വരുമ്പോ കുറച്ചൊന്ന് താന്നു. ക്യാമറ നമ്മുടെ കൊടുക്കുന്ന ഔട്ട്പുട്ടിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമെന്നാണ് പറയണത്. അത് നമ്മൾ ഇത്ര കൊടുക്കുകയാണെങ്കിൽ ക്യാമറ കൊടുക്കുന്നത് ഇത്ര ആയിരിക്കും, ഇത്ര കൊടുക്കുകയാണെങ്കിൽ ഇത്ര കിട്ടും. ഇവനെ കൊണ്ട് ഇങ്ങനെ ഒരു സാധനം ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. ഇങ്ങനെ ഓരോ ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു നമ്മുടെ വ്ളോഗിങ് ഡെവലപ്പ് ആക്കാൻ വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ചെയ്തു തരും. അപ്പോൾ ഞാൻ അങ്ങനെ പറയായിരുന്നു, ഒരു വർക്ക്ഷോപ്പ് പോലെ എന്തെങ്കിലും ചെയ്യാനായിട്ട് അവനെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഉടനെ നടക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഗുരു എന്തോ പറയുമല്ലോ, ഇന്റർനാഷണൽ ഗുരുവായി മാറും വ്ളോഗിങ്ങിന്റെ കാര്യത്തിൽ. അതിന്റെ ചെറിയൊരു പ്ലാൻ ഉണ്ട് ഗൈസ്. എന്തായാലും എടി അത് ആ സാധനം എടുത്തോ, ഞാൻ അവന് വാങ്ങിച്ചു തന്നെ. നീ എന്നെ കൊടുത്തോ ഗിഫ്റ്റ്.
തുറന്നോ? ബർത്ത്ഡേ കഴിഞ്ഞ് 10 ദിവസമായില്ല. ഇതെന്തൊരു സാധനം ബ്രോ ഇത്? ഓപ്പൺ ചെയ്ത് നോക്ക്. ഇത് മോഡിഫൈഡ് ആണ്. മോഡിഫൈഡോ? ഇത് മോഡിഫൈ ചെയ്തൊരു സാധനം. ഏതിന്റെ ഇല്ലടി ഞാൻ അതൊക്കെ ശീലമായി. വൺ പീസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ലൂഫിയുടെ ജോളി റോജറിലെ ലോഗോ ആരടാ ഇത് പൊതിഞ്ഞത്? കുറച്ച് സേഫ് ആയിട്ടൊക്കെ വരണ്ടേ? 2-3 ബിസിനസ് ഡേയ്സ് എടുക്കുന്നു. ഓ ലൂഫി ഗിയർ 5-ലായിട്ട്. ഇത് മാങ്ക ചാപ്റ്റർ ആണ്. ഐ മീൻ മാങ്കയിൽ നിന്ന് എടുത്ത പേജ് ആണ് കേട്ടോ. അവൻ പ്ലാസ്റ്റിക് തിന്നാ സൂക്ഷിക്കണം. പ്ലാസ്റ്റിക് തീറ്റിയാണ്. ലുച്ചിയായിട്ടുള്ള അടിയാണെന്ന് തോന്നുന്നു കേട്ടോ. ലുച്ചിയായിട്ടുള്ള അടിയാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഇല്ല കൊടുക്കില്ല, അവൻ കൊതിപ്പിക്കില്ല വെറുതെ. ഇതാണ് കേസ് അതിന്റെ പാക്കിങ്. ഓക്കെ തുറന്നോ കേട്ടോ. തുറന്നു വർക്ക് ചെയ്യുന്നൊക്കെ നോക്കട്ടെ. ബ്രോ സൗണ്ട് എനിക്ക് എക്സൈറ്റ്മെന്റ്. ഓ ഗിയർ 5 ലൂഫി കാഷ്യോ വാച്ച്. ഇങ്ങനെയൊക്കെ വാച്ച് ഇറങ്ങുന്നുണ്ടാ? ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. നോക്കാം. ഇതിങ്ങനെ സെറ്റാക്കി എടുത്തതാണ്. ഇതാര്? ഒരു പയ്യനുണ്ട് പൂനെയിൽ. ആണോ? അപ്പൊ ഞാൻ ഇങ്ങനെ സാധനോടാ. ബാക്ക് മാക്രോന്നും ഇല്ലാത്തോണ്ട് അത്രയും. ഇത് ബാക്ക് കാണിച്ചാടാ വാച്ചിന്റെ ജസ്റ്റ് സ്ട്രാപ്പ് ഊരിയിട്ട്. അത് സോറോയുടെ ആണ് കേട്ടാ. സോറോയുടെ 3 sword സ്റ്റൈല് വെച്ചിട്ട് കാർത്തിക് സൂര്യ വെച്ചിട്ടുണ്ടല്ലേ. കസ്റ്റമൈസ്ഡ് പൊന്നെ. ഹായ് അടിപൊളി സാധനം. ആപ്പിൾ വാച്ച് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇവിടെ ഇരിക്കൂ. എന്റെ മോനെ പോഡ്കാസ്റ്റിന് ഇട്ടോണ്ടിരിക്കാ സാധനം. പൊളി സാധനം. താങ്ക് യു സനു ബ്രോ. താങ്ക് യു. അങ്ങനെ വൺ പീസിന്റെ വാച്ചല്ലേ. ഹായ് ഇന്നത്തെ പോഡ്കാസ്റ്റ് കാണുമ്പോ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പോകണം. ചെറിയ വാച്ച് ഇടുന്നോണ്ടാണ്. എനിക്ക് ഇഷ്ടമാണ്. കാസിയോ തന്നെ എടുത്തിട്ട് കാഷ് ഇവിടെയൊക്കെ അവൻ കസ്റ്റമൈസ് ചെയ്തല്ലേ. അതങ്ങനെ ഗ്ലാസ് ഊരിയിട്ട് അടിയിൽ ചെയ്യും മൊത്തത്തില്. അടിപൊളി സാധനം കേട്ടാ. അടിപൊളി സാധനം. പക്ഷെ മാക്രോ ഇതിലില്ലാത്തോണ്ട് അത് കാണിക്കാൻ ഫോട്ടോ അതാണ് ഞാൻ എടുത്തിട്ട് ഞാൻ കാണിച്ചത്. ഓക്കെ ഗൈസ്, അപ്പോൾ ശരി, ഞാൻ മുട്ട കഴിക്കട്ടെ. മുട്ടയിട്ടുണ്ട്. സൈബ്രോയെ കൊണ്ടുപോയി ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി കൊടുക്കാം എന്നുള്ള ഞങ്ങളുടെ വ്യാമോഹം അവസാനിച്ചിരിക്കുന്നു. ഞാൻ അവിടെ ഉണ്ട്, എപ്പോ വേണോ വരാം. ഇന്ന് ഞാൻ എണീച്ചപ്പോ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കഴിഞ്ഞു. അപ്പൊ ഇന്നൊരു പോഡ്കാസ്റ്റ് ഷൂട്ട് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. ബൈ ഗൈസ്. അപ്പൊ കാണാം അടുത്ത ദിവസം. നമ്മൾ ഇത്ര നാളായി സ്ഥലപ്പോൾ ഫുഡ് അടിക്കാൻ പോയി. ഇനി മുതൽ ഡിന്നർ അല്ല, നമുക്ക് ഇനി ലഞ്ച്. സെറ്റ്. ഞാൻ ഫ്രീ ആണ്, നീ ഫ്രീ ആകുമ്പോൾ പറഞ്ഞാൽ മതി. അപ്പൊ ശരി ഗൈസ്, അവരെ യാത്ര വെച്ചിട്ട് അല്ലെങ്കിൽ നീ ഉണ്ടായിട്ടാണ്. അങ്ങനെ ഗൈസ്, ഞാൻ ഫോറം മോളിലോട്ട് പോവാണ്. കാർത്തിയും വർഷയും പോയി. അപ്പം ഇനി അവിടെ പോയിട്ട് എന്തെങ്കിലും ഫുഡ് ലഞ്ചിന് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം ഒബ്സഷൻ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഉച്ചയ്ക്ക്. ആർക്കും എൻ്റെ കൂടെ വരാൻ ധൈര്യമില്ല ഗൈസ്, പേടി. ഞാൻ വിചാരിച്ചു ഞാനെങ്കിലും പോയി നോക്കാം ഇത് എത്ര പേടി ഉണ്ടാക്കും എന്നുള്ള സംഭവം. ഞാൻ ട്രെയിലർ പോലും കണ്ടില്ല ഗൈസ്. പക്ഷേ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കഥ എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് അങ്ങ് പോയി കാണാമെന്ന് വിചാരിച്ചു. ആരുടെ റിവ്യൂ കണ്ടിട്ടില്ല. ചെറിയ രീതിയിൽ ക്രീപ്പി ആണെന്ന് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഞാൻ റെഡിറ്റിലേക്ക് കുറച്ച് ഫസ്റ്റ് ഇംപ്രഷൻ കണ്ടായിരുന്നു. എന്തായാലും പോയി കണ്ടേക്കാം ഗൈസ്. കണ്ടിട്ട് ഞാൻ എന്താണ് അഭിപ്രായം എന്നുള്ളത് ഞാൻ പറയാം. ഈ വ്ളോഗിൽ തന്നെ പറയാം ഗൈസ്. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മൂവി റിവ്യൂ ഇടുന്നില്ല. ചെറിയ വ്ളോഗായിരിക്കും. അധികം പരിപാടിയൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ലെറ്റ്സ് സീ ഗൈസ്. ആദ്യം മൂവി എന്തായാലും കണ്ടതിന് ശേഷം തിരിച്ചു വരാം ഗൈസ്. ഈ ഒരു കോഴി പച്ചമുളക് പെരളൻ അടിപൊളി സാധനം കേട്ടോ. നല്ല എരിയും സൂപ്പർ ടേസ്റ്റ്. എന്തായാലും കഴിച്ചിട്ടാണ് ഗൈസ്. നല്ല എരിയുണ്ട്. ഇതോ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഞാൻ കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം. അങ്ങനെ ഗൈസ്, ഒബ്സഷൻ കണ്ടിറങ്ങി. പറയണ പോലത്തെ ഹൊററൊന്നും ഇല്ലായിരുന്നു ഗൈസ്. ഒരു 3-4 ജംപ് സ്കെയറും കുറച്ച് ക്രീപ്പി സാധനങ്ങളും പിന്നെ കുറച്ച് ഇറിറ്റേറ്റഡുമായി. അത് തന്നെയാണ് ആ കൂടെ ഉണ്ടായത്. വലിയ പേടിപ്പെടുത്തുന്ന ഒരു സാധനമല്ല. ഭയങ്കരമായിട്ട് ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഇറിറ്റേഷനാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഉണ്ടായത്. പടത്തിൽ ഒരു പേടിപ്പിക്കുന്ന സാധനമില്ല. ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു പെണ്ണുണ്ട് ഗൈസ്. അത് അവളെ ചിരിയും എക്സ്പ്രഷനും കണ്ട് ഇറിറ്റേറ്റഡ് ആയി. ഇതല്ലാതെ ആ പടത്തിൽ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല കേസ്. പിന്നെ പറഞ്ഞില്ലേ, ആ ഒരു ബഡ്ജറ്റ് ഇല്ലായ്മ അതിൽ കാണുന്നുണ്ട്. ഒരു 10 കോടി എന്തോ ഉള്ളൂ അതിന്റെ ബഡ്ജറ്റ്. പിന്നെ നല്ല രീതിയിൽ പടം എടുക്കാൻ അറിയാം. ബിക്കോസ് എന്താ പറയല്ല, ആ ഒരു ബിൽഡപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് നല്ല രസമുണ്ട്. ലൈക്ക് കുറച്ചൊക്കെ ആ ഒരു ക്യാരക്ടറിനെ ഭയങ്കര ഒരു ഡാർക്ക് സൈഡിൽ പ്ലേസ് ചെയ്തിട്ട് അതിനെ ക്യാരക്ടറൈസേഷൻ ചെയ്തേക്കുന്നത് നല്ല രസമുണ്ട്. പിന്നെ ആ നായകനും നായികയും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് അവൾ ഇറിറ്റേറ്റഡ് ആക്കണമെങ്കിൽ ആ ലെവൽ ഓഫ് ഇറിറ്റേറ്റിംഗ് അഭിനയം കാഴ്ച വെക്കണമല്ലോ. അപ്പൊ എന്തായാലും
നമ്മളെയൊക്കെ ജീവിതത്തിൽ അങ്ങനത്തെയൊക്കെ ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യുമെന്നുള്ള പോലും പറയാൻ പറ്റില്ല ഗൈസ്. ആ ലെവൽ ഓഫ് ടോർച്ചറാണ് ഈ പടം. അതല്ലാതെ ഭയങ്കര പേടിയും അങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ജംപ് സ്കെയർ ഉണ്ട് ഒരു 3-4 അത് തന്നെ കൂടെ. അതും ഭയങ്കര ജംപ് സ്കെയർ ഒന്നും പറയാനില്ല. ആ ഒരു സീൻ മാത്രമേ എനിക്ക് കുറച്ചിത്തിരി ഭയങ്കര ഒരു ജംപ് സ്കെയർ ആയിട്ട് തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം കണക്ക് തന്നെ. ഇപ്പൊ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി കണ്ടോ. ഇതിൽ അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. വെൽ മെയ്ഡ് മൂവി വിത്തിൻ എന്താ പറയാ ഒരു കൺസ്ട്രെയിൻഡ് ബഡ്ജറ്റിൽ ഉണ്ടാക്കിയേക്കുന്നു. പിന്നെ ഇതൊരു കുറച്ച് എന്താ വലിയ പുതുമയുള്ള സബ്ജക്റ്റ് ഒന്നും അല്ല, പക്ഷെ ഒരു പുതുമയുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട്. മനസ്സിലായാലും യൂട്യൂബർ ആണ് ഇത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. സോ അത്യാവശ്യം അതിന്റെ ആ ഒരു എന്താ പറയല്ലോ, അതിന്റെ ഒരു കൺസ്ട്രെയിൻസിലെ ലിമിറ്റേഷനിൽ നിന്നിട്ട് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ ഗൈസ്. ഈ പറയുന്ന ഹൈപ്പിനൊന്നും ഇല്ല. അത് പടം ഓക്കെയാണ് ഗൈസ്. 1 ടൈം വാച്ചാണ്. രണ്ടാമത്തെ പ്രാവശ്യം അത് സഹിക്കാനുള്ള ശേഷിയില്ല. ആരും പോയി കാണൂല അത്. ബിക്കോസ് അതിൽ കുറെ അനോയിങ് ആൻഡ് ഇറിറ്റേറ്റിംഗ് സാധനങ്ങളുണ്ട്. അപ്പൊ എന്തായാലും കാണാത്തവർ പോയി കാണുക ഗൈസ്. അപ്പൊ ഞാൻ എന്തായാലും വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ എത്തിയിട്ട് ഇനി എന്തെങ്കിലും പുറത്തിറങ്ങുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ലെറ്റ്സ് സീ. അപ്പൊ ഇതാണ് ഒബ്സഷൻ. അടുത്തിനി പുതിയ ഏതെങ്കിലും പടം വരട്ടെ ഗൈസ്, അത് പോയി കാണാം. ഏതൊക്കെ സിനിമ വരാനുണ്ട്, അപ്പം അതിനൊക്കെ വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ്. കൊള്ളാവുന്ന ഏതെങ്കിലും നല്ല പടം വരട്ടെ. പിന്നെ ഫ്യൂരിയസ് എന്ന് തന്നെ ഒരു പടത്തിന്റെ ട്രെയിലർ ഉണ്ട്, കണ്ടിട്ട് കൊള്ളാന്ന് തോന്നുന്നു. മറ്റേ റെയ്ഡ് സീരീസ് ഒക്കെ പോലത്തെ പടമാണെന്ന് തോന്നുന്നു. ഫുൾ ആക്ഷൻ, ഒരു രക്ഷയില്ലാത്ത ആക്ഷനും സംഭവങ്ങളും. പിന്നെ ഒരു കോളനി എന്ന് പറഞ്ഞിട്ടൊരു മറ്റേ ട്രെയിൻ ടു ബുസാൻ അതിന്റെയൊക്കെ ഡയറക്ടറിന്റെ ഒരു പടം. അതൊക്കെ നല്ല പടമായിരിക്കും ഗൈസ്. സോംബി സംഭവമൊക്കെ തന്നെ. അപ്പൊ അത് വേണ്ടി വെയിറ്റിംഗ്. അപ്പൊ എന്തായാലും ഗൈസ് വീട്ടിൽ എത്തട്ടെ. ഇനി എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ വരാം ഗൈസ്. അല്ലെങ്കിൽ ഇന്നത്തെ ചെറിയ വ്ളോഗായിരിക്കും. ബൈ ഗൈസ്.